ആയിരിക്കുന്ന എല്ലാ ബഹുമാനിയ കർത്താദാസന്മാരെല്ലാ ദൈവങ്ങളെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് അന്യനല്ലാത്തത് കൊണ്ട് പരിചയപ്പെടുത്തലിൻ്റെയും മുഖവിലയുടെയും ആവശ്യമില്ല. വചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധയിരിക്കാം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിന്നെ ദേശിക്കുന്നവന്റെ കഴുത ചുമടിൻ കീഴെ കിടക്കുന്നത് കണ്ടാൽ അവനെ വിചാരിച്ച് അതിനെ അഴിച്ചുവിടുവാൻ മടിച്ചാലും അഴിച്ചുവിടുവാൻ അവന് സഹായം ചെയ്യണം. മതി. ഈ വാക്യത്തിൽ 3 കൂട്ടരെ കാണുവാൻ കഴിയും. 1, ന്യായപ്രമാണം കേൾക്കുന്ന ഒരു മനുഷ്യനെ ഈ വാക്യത്തിൽ കാണാൻ കഴിയും. 2, വീണ് കിടക്കുന്ന ഒരു കഴുതയെ നമുക്ക് കാണുവാൻ കഴിയും. 3, ആ കഴുതയ്ക്ക് സഹായം ചെയ്യുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. സാധാരണ കഴുത വീഴാതില്ല. എത്ര ചുമട് അതിൻ്റെ ചുമലിൽ വച്ചു കൊടുത്താലും കഴുത വീഴാതില്ല. പക്ഷെ ഈ കഴുത വീണുപോയി. വീണ് കിടക്കുന്ന കഴുതയെ വിമർശിക്കാൻ അനേകർ കണ്ടേക്കാം. പക്ഷേ വീണ് കിടക്കുന്ന കഴുതയെ സഹായിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഏത് വിഷയത്തിൽ വീണ് പോയാലും വീഴുന്നവനെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പൽക്കാലം തുടർന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, എന്തുകൊണ്ട് കഴുത വീഴുന്നു? വേദപുസ്തകത്തിൽ കഴുത വീഴാനുള്ള 4 കാരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. എന്തുകൊണ്ട് കഴുത വീഴുന്നു? 2, ആ കഴുതയുടെ കെട്ട് എന്തിനഴിക്കണം? 4 കാര്യങ്ങൾ കഴിക്കണം. ഈ 4 കൂട്ടം കാര്യങ്ങളാണ് ചിന്തിക്കാൻ പോകുന്നത്. കഴുത വീഴുവാനുള്ള 4 കാരണങ്ങൾ, ആ കഴുതയുടെ കെട്ടഴിക്കേണ്ടതിന്റെ 4 കാരണങ്ങൾ. ഇവിടെ കഴുത വീണ് കിടക്കുന്നത് ചുമടിന്റെ കീഴിലാണ്. അപ്പോൾ ഈ കഴുത വീഴാൻ കാരണം ചുമട് വർദ്ധിച്ചത് കൊണ്ട് ഈ കഴുത വീണുപോയി. നമ്മള് ഈ ചുമട് ചുമക്കുന്നതിന് ദൃഷ്ടാന്തമായി എടുക്കുന്നത് കഴുതയാണ്. എത്ര ചുമട് വേണമെങ്കിലും കഴുതയുടെ ചുമലിൽ കയറ്റാം, പക്ഷെ കഴുത വീഴത്തില്ല. പക്ഷെ ഈ കഴുത വീഴുവാൻ കാരണം വഹിക്കാവുന്ന അപ്പുതമായ ചുമട് കഴുതയുടെ ചുമതിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏത് കഴുതയും വീണു പോകും. ദൈവത്തിലെ നിനക്ക് ചുമക്കാവുന്ന ചുമടിനൊരു പരിധിയുണ്ട്. അത് കവിഞ്ഞാൽ വീണു പോകും. അങ്ങനെ വീണ ചിലത് ഇതിന്റെ മധ്യത്തിലുണ്ട് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ. ചുമട് വർദ്ധിച്ചപ്പോൾ, ഭാരം വർദ്ധിച്ചപ്പോൾ വീണു പോകും. ആ വീണ കഴുതയെ ദൈവം സഹായിക്കുന്നു, എഴുന്നേൽപ്പിക്കുന്നു. ഈ ചുമട് വർദ്ധിപ്പിച്ച ഒരു വ്യക്തിയാണ് ഫറവോൻ. ഇസ്രായേൽ മക്കളുടെ മേലുള്ള ചുമട് അവൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് 2-3 വാക്കുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അവൻ വർദ്ധിപ്പിച്ചതായ ആ ചുമടിന്റെ ആധിക്യം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ കഠിന പ്രവൃത്തി, കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിപ്പിച്ച സകല പ്രവൃത്തിയാലും. കാഠിന്യത്തോടെ ചെയ്യിപ്പിച്ച പ്രവൃത്തി ദൈവജനത്തിന്റെ മേൽ കഠിന പ്രവൃത്തി, കഠിന പ്രയത്നം. 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. അക്കാലത്ത് മോശ മുതിർന്ന ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല. 5-ാം അധ്യായം 9-ാം വാക്യം. 5-ാം അധ്യായം 9-ാം വാക്യം. അവരുടെ വേല അതിഭാരമായിരിക്കട്ടെ. വാക്കുകൾ ശ്രദ്ധിച്ചോ. കഠിന പ്രവൃത്തി, കഠിന പ്രയത്നം, ഭാരമുള്ള വേല, അതിഭാരമായ വേല. ദിവസത്തിന് ദിവസം ഫറവോൻ ദൈവജനത്തിന്റെ മേൽ ഭാരം ചുമട് വർദ്ധിപ്പിച്ച് കൊടുത്തപ്പോൾ ആ ജനം വീണുപോയി.
പക്ഷേ സ്വർഗത്തിലെ ദൈവം ആ ജനത്തെ ഉദ്ധരിച്ചെടുത്ത് എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിച്ചെങ്കിൽ കടഭാരത്തിന്റെ ഭാരം നിമിത്തം, തലമുറയുടെ വിഷയത്തിലെ ഭാരം നിമിത്തം നീ വീണുപോയെങ്കിൽ ഇന്ന് പൽക്കാലം നിന്നെ എഴുന്നേൽപ്പിക്കാൻ നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. എഴുന്നേൽപ്പിക്കുന്നവൻ ഇന്ന് പൽക്കാലം ചിലത് എഴുന്നേൽപ്പിക്കുക. സ്തോത്രം. പിടിച്ചു നിൽക്കുന്നതിന് പരിധികളുണ്ട്, സഹിച്ചു നിൽക്കുന്നതിന് പരിമിതികളുണ്ട്, എല്ലാറ്റിനും അത് ലിമിറ്റുണ്ട്. അത് കഴിഞ്ഞു പോയാൽ ഏത് ശക്തനും വീണുപോകും, ഏത് ബലവാനും മുട്ടുമടക്കും. ഈ കഴുത വീണുപോയി. പിടിച്ചു നിൽക്കാവുന്നിടത്തോളം ആ കഴുത പിടിച്ചു നിന്ന, പക്ഷെ ഭാരം വന്നിച്ചപ്പോൾ ചുമടിന്റെ കീഴെ വീണുപോയി. അപ്പോൾ ഭാരം കഴുതയുടെ മുകളിലായി, ആ ചുമടിന്റെ കീഴെ കഴുത വീണുപോയി. പക്ഷെ ന്യായപ്രമാണം വിളിച്ചു പറയുന്നു, ദൈവം വിളിച്ചു പറയുന്നു, അതിനെ കെട്ടഴിക്കണം. കണ്ടിട്ട് കാണാത്തവനെ പോലെ പോകാൻ പാടില്ല. ആ കഴുതയുടെ കെട്ടഴിക്കണം. അപ്പോൾ ഒന്ന്, എന്തുകൊണ്ട് കഴുത വീണു? ഭാരമുള്ള ചുമട് നിമിത്തം കഴുത വീണു. രണ്ട്, എന്തുകൊണ്ട് കഴുത വീഴുന്നു? ആവർത്തന പുസ്തകം 22-ാം അധ്യായം 4-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 22-ാം അധ്യായം 4-ാമത്തെ വാക്യം. സഹോദരന്റെ കഴുതയോ കാളയോ വഴിയിൽ വീണു കിടക്കുന്നത് നീ കണ്ടാൽ വിട്ടൊഴിഞ്ഞു കളയാതെ അതിനെ എഴുന്നേൽപ്പിക്കുവാൻ അവനെ സഹായിക്കണം. ഇവിടെ വീണ് കിടക്കുന്ന കഴുത നേരത്തെ കണ്ടത് ദ്വേഷിക്കുന്നവന്റെ കഴുതയാണ്, അതിനെ കെട്ടഴിക്കണം. ഇവിടെ വീണ് കിടക്കുന്നത് ശത്രുവിന്റെ കഴുതയല്ല, സ്വന്തം സഹോദരന്റെ കഴുതയാണ്. ഇത് വീണ് കിടക്കുന്നത്, പദങ്ങൾ ശ്രദ്ധിക്കണം, വഴിയിൽ വീണ് കിടക്കുന്നു. ഇവിടെ വിഷയം ചുമടല്ല, ഇവിടെ വിഷയം ഭാരമല്ല. നേരത്തെ കണ്ട കഴുതയുടെ വിഷയം ഭാരമാണ്, ചുമടാണെങ്കിൽ ഈ കഴുതയുടെ വിഷയം ഇതൊന്നുമല്ല. അത് വഴിയിൽ വീണുപോയി, വഴിയിൽ വീണുപോയി. അപ്പോൾ ഈ കഴുത ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചതാണ്. ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് കഴുത വഴി വീണുപോയി. അതിന്റെ കാരണം ഈ വാക്യത്തിൽ വ്യക്തമല്ല. താഴോട്ടുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും എന്തുകൊണ്ട് ഈ കഴുത വഴിയിൽ വീണു എന്നതിന് ഒരു വ്യക്തത കിട്ടുന്നില്ല. വേദപുസ്തകം കൊണ്ട് വേണം വ്യാഖ്യാനിക്കാൻ. അപ്പോൾ വഴിയിൽ വീഴാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ഒരു വേദഭാഗത്ത് നിന്ന് 7 സാധ്യതകൾ ഇതിന് ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരും അക്കരയ്ക്ക് പോകുവാൻ അവ യാത്ര പുറപ്പെട്ട കാര്യം മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. ആ വേദഭാഗത്ത് നിന്ന് 7 സാധ്യതകൾ, വഴിയിൽ വീഴാനുള്ള 7 സാധ്യതകൾ നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താം. ആദ്യം ആ വാക്യങ്ങൾ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോവുക എന്ന് അവൻ അവരോട് പറഞ്ഞു. അപ്പോൾ ലക്ഷ്യസ്ഥാനം അക്കരയാണ്. അവ യാത്ര പുറപ്പെടുകയാണ്. കടലിൽ കൂടിയാണ് പോകുന്നത്. അതാണ് വഴിയാത്ര. വായിക്കാം. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. അപ്പോൾ ഈ യാത്രയ്ക്ക് തടസ്സമായ ഒന്നാമത്തെ, ഇവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാതിരിക്കാനുള്ള ഒന്നാമത്തെ തടസ്സം പുരുഷാരമാണ്. പുരുഷാരം
ഇവരുടെ ലക്ഷ്യസ്ഥാനത്തെ തടഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ പുരുഷാരത്തെ വിട്ടുകൊണ്ട് പടകിൽ താൻ ഇരുന്ന പോലെ അക്കരെ പോയി. അപ്പൊ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാതിരിക്കാൻ വഴിയിൽ വീഴാനുള്ള ഒന്നാമത്തെ സാധ്യത പുരുഷാരമാണ്. പുരുഷാരത്തിന്റെ അഭിപ്രായം. ഇനി താഴോട്ട് വായിക്കാം. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ തടസ്സം ചെറുപടകുകൾ. അവരെ വിട്ടില്ല, അവ കൂടെ തന്നെ ഉണ്ട്. യേശു ഇരിക്കുന്ന പടക് വലിയ പടകും യേശു ഇല്ലാത്ത പടകുകൾ ചെറുപടകുകളുമാണ്. യേശു ഏത് പടകിലുണ്ടോ ആ പടക് വലുതാണ്. പടകിന്റെ വലിപ്പമല്ല, യേശുവിന്റെ സാന്നിധ്യമാണ് നമ്മളെ വലുതാക്കി നിർത്തുന്നത്. ചെറുപടകുകളുണ്ട്. ലക്ഷ്യസ്ഥാനത്തെത്തിക്കാതിരിക്കാൻ തടസ്സമായി കൂടെ വരുന്ന, കൂടെ യാത്ര ചെയ്യുന്ന, കൂടെ നടക്കുന്ന ചെറുപടകുകൾ. ഇതാണ് രണ്ടാമത്തെ തടസ്സം. താഴോട്ട് വായിക്കാം. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. മൂന്നാമത്തെ തടസ്സം ലക്ഷ്യസ്ഥാനത്തെത്തിക്കാതിരിക്കാൻ വഴിയിൽ വീഴാനുള്ള മൂന്നാമത്തെ തടസ്സം ചുഴലിക്കാറ്റ്. ആ ചുഴലിക്കാറ്റിൽ പടകകപ്പെട്ടു. എന്തിനെ ചുഴലിക്കാറ്റ്? അക്കരെ എത്തിക്കാതിരിക്കണം. ഈ ചുഴലിക്കാറ്റ് അടുപ്പിച്ചതിനെ പറ്റിയുള്ള അഭിപ്രായം, യേശു എന്തിനാ അക്കരെ പോകുന്നത്? ലഗ്യോൻ ബാധിച്ചൊരുത്തൻ ഭൂതഗ്രസ്തൻ അവിടെയുണ്ട്. അവനെ കെട്ടഴിക്കണം, അവന് സ്വാതന്ത്ര്യം വരുത്തണം. അവനറിയാം യേശു വന്നാൽ തന്നെ പുറത്താക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് കടലിൽ ചുഴലിക്കാറ്റ് ഇളക്കി വിട്ടത് അക്കരെ ഉള്ളതായ ആ ഭൂതശക്തി ആണെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാതിരിക്കാനുള്ള നാലാമത്തെ തടസ്സം പിശാചിന്റെ പ്രവൃത്തികളാണ്. വഴിയിൽ വീഴാൻ സാധ്യതയുള്ള നാലാമത്തെ തടസ്സം, പോരാട്ടം, വിഷയം സാത്താന്യ പോരാട്ടമാണ്. താഴ്ത്തു വായിക്കുക. പടകിൽ തിര തള്ളി കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വച്ചുറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. ഇതിവരുടെ അറിവില്ലായ്മയാണ്. നിനക്ക് വിചാരമില്ലയോ? ഇല്ല, ഇവരെ പറ്റി വിചാരമുള്ളവനാണ് നമ്മുടെ കർത്താവ്. യേശു കർത്താവ് ഇവരോട് തന്നെ പറഞ്ഞു, നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴം നീട്ടാനോ ഒരു മുഴം കുറയ്ക്കാനോ തലമുടി വെളുപ്പിപ്പാനോ കതിപ്പിപ്പാനോ കഴിയത്തില്ല. ഞാൻ നിങ്ങളെ അറിയുന്നു, ഞാൻ നിങ്ങൾക്കായി കരുതുന്നു. ഇത് കേട്ട ശിഷ്യന്മാർ പറയുന്നു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാതിരിക്കാനുള്ള അഞ്ചാമത്തെ തടസ്സം അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ വീഴുവാൻ, തളരുവാൻ സാധ്യത വരുത്തും. താഴ്ത്തു വായിക്കാം. അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ ആറാമത്തെ തടസ്സം ഭീരുത്വം. ലക്ഷ്യസ്ഥാനത്തെത്തിക്കാതിരിക്കാനുള്ള ആറാമത്തെ തടസ്സം ഭയമാണ്, ഭീരുത്വമാണ്. കർത്താവ് ശാസിച്ചത് നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? അപ്പൊ ഭീരുത്വം വഴിയിൽ വീഴുവാൻ സാധ്യതയുണ്ടാക്കുന്നതാണ്. ഏഴാമത്തെ കാര്യം അവിടെ തന്നെയുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിശ്വാസം. ഈ 7 സാധ്യതകളാണ് അക്കരെ എത്തിക്കാതിരിക്കാനുള്ള തടസ്സങ്ങളെങ്കിൽ ഈ കഴുത വഴിയിൽ വീഴാനുള്ള സാധ്യതകൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം. കഴുത ഒരു ലക്ഷ്യത്തെ കണ്ടുകൊണ്ട് യാത്ര പുറപ്പെട്ടു, പക്ഷെ ആ കഴുത വഴിയിൽ വീണുപോയി. ആ കഴുത എഴുന്നേൽപ്പിക്കാം. ഒന്ന്, ഭാരക്കൂടുതൽ നിമിത്തം കഴുത വീഴും. 2, ലക്ഷ്യസ്ഥാനത്തെത്തിക്കാതിരിക്കാനുള്ള തടസ്സം നിമിത്തം കഴുത വീഴും.
ഇനി 3 കഴുത വീഴാനുള്ള മൂന്നാമത്തെ സാധ്യത. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 27-ാം വാക്യം. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 27-ാമത്തെ വാക്യം. യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലിയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു. അപ്പോൾ ഇവിടെ കഴുത വീഴാൻ കാരണം തന്റെ യജമാനന്റെ തെറ്റായ തീരുമാനമാണ്. ബിലിയാമിന്റെ തെറ്റായ കാഴ്ചപ്പാട്, യജമാനന്റെ തെറ്റായ കാലിവയ്പ്. ദൈവം ബിലിയാമിനെ 1-ാമത്തെ രാത്രി തടഞ്ഞതാണ്. ഇവരുടെ കൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കരുത്, ഞാൻ അനുഗ്രഹിച്ച ജനമാണ് ആ ജനം. പക്ഷെ പിറ്റേ ദിവസം അതിലും വലിയ പ്രഭുക്കന്മാർ, അതിലും വലിയ സമ്മാനവുമായി മോവാബ് രാജാവ് അയച്ചപ്പോൾ ഈ ബിലിയാം ദ്രവ്യാഗ്രഹ നിമിത്തം അവന്റെ കാഴ്ചയ്ക്ക് മങ്ങലേൽപ്പിച്ചു. അവൻ പിന്നെ ദൈവത്തോട് ഞാൻ ചോദിക്കട്ടെ, തലേദിവസം ചോദിച്ചു ഉത്തരം കിട്ടിയതാണ്, പിറ്റേ ദിവസം ചോദിക്കുക. അപ്പോൾ ദൈവം പറഞ്ഞു നീ പോകാൻ പറഞ്ഞു. നമ്മൾ ഒറ്റ വായനയിൽ നമ്മൾ വായിക്കുന്ന രീതിയിൽ വായിച്ചാൽ നമുക്ക് തോന്നും ദൈവം പറഞ്ഞിട്ടല്ലയോ പോയത്, പിന്നെന്തിനാ ഈ വാളുമായിട്ട് ദൂതൻ വന്നത്. അപ്പൊ എഴുതിയ രീതിയിൽ വായിക്കരുത്, ടോൺ മാറ്റി വായിക്കണം. പിറ്റേ ദിവസവും ചോദിച്ചപ്പോൾ ദൈവം ടോൺ മാറ്റിയിട്ട് പറഞ്ഞു അങ്ങനെയെങ്കിൽ നീ പോ. അപ്പൊ നമ്മുടെ പിള്ളേര് പരീക്ഷ അടുത്ത് മൂക്കിന്റെ അറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ കളിക്കാൻ പോകട്ടോ, ക്രിക്കറ്റ് കളിക്കാൻ പോകട്ടോ എന്ന് ചോദിക്കുമ്പോൾ എടാ നീ പോകണ്ട, നാളെ പരീക്ഷയല്ലേ, പിന്നെയും വന്നേച്ച് പോട്ടോ. 3-4 തവണയാകുമ്പോൾ അമ്മയും അപ്പനായാലും എന്നാ നീ പോ. അപ്പം ഉടനെ വിവരമില്ലാത്ത ടോൺ മാറി. നീ പോയെന്ന് പറഞ്ഞ ദൈവം കോപത്തോടെ പറഞ്ഞതാണ്. തലേ ദിവസം ദൈവം പറഞ്ഞു നീ പോകരുത്, പിറ്റേ ദിവസം ചോദിച്ചപ്പോൾ അങ്ങനെയെങ്കിൽ നീ പോയെന്ന് ദേഷ്യത്തോടെ പറയുമ്പോൾ അവൻ പോകാതിരിക്കണം. ആ പോക്കിലാണ് ഊതിപ്പിടിച്ച വാളുമായി ദൂതൻ വെളിപ്പെട്ടു വരുന്നത്. ബിലിയാമിന്റെ കഴുതി അത് കണ്ടു, ബിലിയാം കണ്ടില്ല. ബിലിയാമിന്റെ ചുവട്ടിൽ ഈ കഴുത വീണു. ആ ബിലിയാം കഴുതയെ ദാക്ഷണ്യമില്ലാതെ അടിക്കുന്നു. അപ്പോൾ ഈ കഴുത വാ തുറന്ന് സംസാരിച്ചു, ഈ 3 പ്രാവശ്യം നീ എന്നെ അടിക്കാൻ കാരണമെന്ത്? അപ്പോഴ് ഈ മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ ബിലിയാം അങ്ങോട്ട് സംസാരിക്കുന്നു. നീ എന്നെ കളിയാക്കിയത് എങ്ങനെ ഉണ്ട്? ഇദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ. ഇപ്പൊ നാട്ടുമ്പുറത്തൊക്കെ ഇവിടെയും കണ്ടേക്കാൻ ചില വീടുകളിലൊക്കെ ആടിനെ വളർത്തുന്നു, പശുവിനെ വളർത്തുന്നു. രാവിലെ അമ്മ എന്ന് പാല് കറന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ആടല്ലെങ്കിൽ പശു കൊച്ചമ്മ എന്തുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചോദിച്ചാൽ ഏത് കൊച്ചമ്മയാണെങ്കിലും ബോധം കെട്ട് താഴെക്കണം. ഇവിടെ കഴുത വാതോതെന്ന് സംസാരിക്കുക. നീ എന്നെ തല്ലുന്നതെന്തിനാ? ഹൃദയം പിടയ്ക്കേണ്ടതിന് പകരം അവൻ ലാഘവ ബുദ്ധിയോടുകൂടി സംസാരിക്കുക. നീ എന്നെ കളിയാക്കിയതുകൊണ്ടാ തല്ലിയത്. ആ കഴുതയെ സഹായിക്കേണ്ട ബിലിയാം സഹായിക്കാതെ ഉപദ്രവിക്കുമ്പോൾ ആ വീണ് കിടക്കുന്ന കഴുതയെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ സഹായിക്കേണ്ടവർ സഹായിക്കാതിരിക്കുമ്പോൾ മാനസികമായി ശാരീരികമായി വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോൾ ഉപദ്രവിക്കുമ്പോൾ ആരും സഹായിപ്പാനില്ലാതിരിക്കുന്ന വേളയിൽ കഴുതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി സംസാരിക്കുന്നവനുണ്ട്. ഇന്ന് പൽക്കാലം നിനക്ക് വേണ്ടി സംസാരിക്കുന്നവൻ ഇനി 4. അപ്പൊ 3 കാരണങ്ങൾ കണ്ടു എന്തുകൊണ്ട് കഴുത വീണു. 1, ബാധം വധിച്ചു. 2,
ലക്ഷ്യസ്ഥാനത്തെത്തിക്കാതിരിക്കാനുള്ള ഏതോ തടസ്സം. 3, യജമാനന്റെ തെറ്റായ തീരുമാനം. അതിന് നല്ല ദൃഷ്ടാന്തമായി എലീമേലെക്ക്. ക്ഷാമം വന്നു. ബേദലേഹമിൽ മുഴുവനും ക്ഷാമമാണ്. അല്ലാതെ ഈ കുടുംബത്തിന് മാത്രമല്ല, മറ്റെല്ലാ വീട്ടിലെ കുടുംബനായകന്മാർ തീരുമാനിച്ചു പിടിച്ചു നിൽക്കാം. ഈ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. ഇത് ബേദലേഹമാണ്, അപ്പത്തിന്റെ ഭവനമാണ്. എല്ലാ കാലത്തും ഇവിടെ ക്ഷാമം ഉണ്ടാകാൻ പാടില്ല. ദൈവത്തിന്റെ നീതിയല്ല. നമുക്ക് പിടിച്ചു നിൽക്കാം. എല്ലാവരും പിടിച്ചു നിന്നപ്പോ ഈ കുടുംബത്തിന്റെ നാഥൻ മാത്രം, എലീമേലെക്ക് മാത്രം തീരുമാനമെടുത്തു, നമുക്ക് പോകാം മോവാബിലേക്ക്. ആ തെറ്റായ തീരുമാനം ആ കുടുംബത്തെ മുഴുവൻ വലച്ചു കളഞ്ഞു. വീണുപോയി. ആ കുടുംബം വീണുപോയി. തെറ്റായ തീരുമാനം കുടുംബത്തെ വീഴ്ത്തിക്കളയും. വിശേഷിച്ച് കുടുംബനാഥന്മാർ, അവരുടെ തീരുമാനത്തിന് വളരെയധികം പ്രാധാന്യതയാണ്. സൂക്ഷ്മതയോടെ ജീവിച്ചില്ലെങ്കിൽ കുടുംബം വീണുപോകും. കുടുംബം വീണിട്ട് പിന്നെ കൈയും കാലും അടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ സൂക്ഷ്മതയോടെ ജീവിക്കണം. അപ്പൊ ഇനി 4, എന്തുകൊണ്ട് കഴുത വീഴുന്നു? പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 33-ാം വാക്യം. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 33-ാം വാക്യം. ഒരുത്തൻ ഒരു കുഴി തുറന്നു വെക്കുകയോ കുഴി കുഴിച്ച് അതിനെ മൂടാതിരിക്കുകയോ ചെയ്തിട്ട് അതിലൊരു കാളയോ കഴുതയോ വീണാൽ. ഇവിടെ കഴുത വീണത് എങ്ങനെ? സൂക്ഷ്മത കുറവ്, അശ്രദ്ധ. അത് നിമിത്തം കഴുത വീണു. 2 കൂട്ടരുടെ അശ്രദ്ധയാണ്. 1, കുഴി കുഴിച്ചവന്റെ അശ്രദ്ധ. 2, കഴുതയുടെ അശ്രദ്ധ. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ കഴുത വീണു. കുഴി കുഴിച്ചവൻ ആ കുഴി മൂടണം. ഇതിൽ കൂടെ കാള നടക്കും, ഇതിൽ കൂടെ കഴുത നടക്കും. വീഴാൻ സാധ്യതയുണ്ട്. പകലും രാത്രിയിലും നടക്കുന്ന വഴിയാണ്. ഇനി വഴി അല്ലെങ്കിൽ പോലും കാളയും കഴുതയും ഇങ്ങനെ നടക്കുന്ന 2 മൃഗങ്ങളാണ്. അതുകൊണ്ട് കുഴി കുഴിച്ചവൻ ഉപയോഗം കഴിഞ്ഞിട്ട്, ഏതോ ഉപയോഗത്തിന് കുഴി കുഴിച്ചതാണ്, അത് മൂടണമായിരുന്നു. അത് ചെയ്തില്ല. ഇനി കഴുതയാണെങ്കിലോ അതും ശ്രദ്ധിച്ചില്ല. അപ്പോൾ അശ്രദ്ധ മൂലം ഈ കഴുത വീണുപോയി. ഈ 4 കാരണങ്ങളാലാണ് കഴുത വീഴുന്നത്. ഈ വീണ് കിടക്കുന്ന കഴുതയുടെ കെട്ട് അഴിക്കണം. എന്തിന്? 4 കാര്യങ്ങൾക്ക്. അതിന് 4 വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരു കാലത്ത് വീണ് കിടന്ന കഴുതകളായിരുന്നു. മറ്റുള്ളവരിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുകയല്ല, നമ്മളിലേക്ക് വിരൽ ചൂണ്ടണം. ഈ 4 കാരണങ്ങളാൽ നമ്മൾ വീണ് കിടന്നവരായിരുന്നു. പാപഭാരത്താൽ നമ്മൾ വീണുപോയി. വഴിയാത്രയിൽ പല കാരണങ്ങളാൽ നമ്മൾ വീണുപോയി. ഗ്രഹനാഥന്റെ തെറ്റായ കാലിവെപ്പ് മൂലം, സ്വഭാവ ദൂഷ്യം മൂലം നമ്മൾ വീണുപോയി. അശ്രദ്ധ മൂലം, സൂക്ഷ്മതയില്ലാതെ നമ്മൾ വീണുപോയവരാണ്. എന്നാൽ ദയാലുവായ ദൈവം കടന്നു വന്ന് നമ്മുടെ കെട്ടഴിച്ചു. ഇന്ന് കെട്ടഴിയപ്പെട്ടവരായി ഈ ആലയത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ എന്തിനാണ് നമ്മുടെ കെട്ടഴിച്ചത്? അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. 4 കാര്യങ്ങൾ. 1, സമൃദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ. യെശയ്യാ പ്രവചനം 32-ാം അധ്യായം 20-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 32-ാം അധ്യായം 20-ാമത്തെ വാക്യം. വെള്ളത്തിനരികത്തെല്ലാം വിതയ്ക്കുകയും കാളയെയും കഴുതയും അഴിച്ച് വിടുകയും ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഭാഗ്യം. വെള്ളത്തിനരികത്തെല്ലാം വിതയ്ക്കുകയും കാളിയെയും കഴുതയെയും അഴിച്ചു വിടുകയും ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഭാഗ്യം. ഇനി അതിന്റെ 30-ാം അധ്യായം എടുത്ത യെശയ്യാ പ്രവചനം 23-24 വാക്യങ്ങൾ കൂടെ. കഴുതയുടെ കെട്ടഴിച്ചു. എന്തിനാണ്? 30-ാം അധ്യായം 23-24.
നീ നിലത്ത് വിതയ്ക്കുന്ന വിത്തിന് ആ. മഴയും നിലത്തിലെ വിളമായ അപ്പവും ആ. അവൻ നിനക്ക് തരും. ആ. അത് പുഷ്ടിയും സമൃദ്ധിയും ഉള്ളതായിരിക്കും. ആ. അന്ന് നിന്റെ കന്നുകാലികൾ വിസ്താരമായ മേച്ചിൽപ്പുറങ്ങളിൽ മേയും. നിലം ഉഴുതുന്ന കാളകളും കഴുതകളും മുറം കൊണ്ടും പല്ലി കൊണ്ടും. പല്ലി എന്ന് പറഞ്ഞാൽ ഫാന്, വീശുമുതം, അതാം പല്ലി എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. വീശി വെടിപ്പാക്കിയും ഉപ്പ് ചേർത്തതുമായ തീൻ തിന്നും. അപ്പോൾ എന്തിനാണ് ഈ കഴുതയുടെ കെട്ടഴിച്ചത്? പല്ലി കൊണ്ട് വീശി എടുത്തതായ ഉപ്പ് ചേർത്തതായ തീന ഭക്ഷിക്കുവാനാണ് ഇര കെട്ടഴിച്ചത്. ആ പിന്മഴയുടെ കാലത്ത്, മുൻമഴയുടെ കാലത്ത് വിത നടക്കും, പിന്മഴയുടെ കാലത്ത് കൊയ്ത്ത് നടക്കും. ആ കൊയ്ത്ത് നടക്കുമ്പോൾ ഒരു കാളയെ കെട്ടിയിടാൻ പാടില്ല, ഒരു കഴുതിയെയും കെട്ടിയിടാൻ പാടില്ല. കൊയ്ത്ത് നടക്കിയാണ്, സുഭിക്ഷതയുടെ നാളാണ്, ആൽപ്പിന്റെ ഹല്ലേലൂയ ദിവസങ്ങളാണ്, സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. കഴുതയുടെ കെട്ടഴിക്കണം, അത് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ സുഭിക്ഷതയിലേക്ക് നടത്താനാണ് ദൈവം കഴുതയുടെ കെട്ടഴിച്ചത്. ഭക്ഷണം കഴിക്കുവാൻ തൃപ്തിയാകും വണ്ണം. അതിനാണ് സഭായോഗം മുടക്കരുത്, ഇടയോഗങ്ങൾ മുടക്കരുത് എന്നൊക്കെ പറയാൻ കാരണം, വചനമാകുന്ന ഭക്ഷണം കഴിക്കുവാൻ, തൃപ്തിയാകും വണ്ണം കഴിക്കുവാൻ, അതിനാണ് നമ്മുടെ കെട്ടഴിച്ചത്. ഇത്രയും സ്വാതന്ത്ര്യത്തോടെ നേരത്തെ വടക്കേന്ത്യയിലെ കാര്യമൊക്കെ കത്താനദാസൻ പറഞ്ഞല്ലോ. അടുത്ത ദിവസങ്ങളിൽ ഞാനും പോകുന്നുണ്ട്, ആന്ധ്രയിലും നേപ്പാളിലും മറ്റു പല ഒറീസയിലും ഒക്കെ. അവിടെ ഇത്രയും സുഭിക്ഷതയോടെ ഭക്ഷണം കിട്ടുന്നില്ല, കൊടുക്കാൻ പലർക്കും കഴിയുന്നില്ല. ഇവിടെ നമുക്ക് സുഭിക്ഷതയോടെ ഭക്ഷണം കിട്ടുമ്പോൾ അത് പാഴാക്കരുത്, അത് ഭക്ഷിക്കാനാണ് നമ്മുടെ കെട്ടഴിച്ചത്. സുഭിക്ഷതയോടെ ഭക്ഷിക്കുവാൻ. ഇനി രണ്ട്, എന്തിനാണ് നമ്മുടെ കെട്ടഴിച്ചത്? ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങൾ ഓരോരുത്തൻ ശബത്തിൽ തന്റെ കാളയെയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? അപ്പോൾ ഇവിടെ കെട്ടഴിച്ചത് എന്തിനാണ്? വെള്ളം കുടിപ്പിക്കാൻ. ഒന്നാമത് കഴുതയുടെ കെട്ടഴിച്ചത് സുഭിക്ഷമായി ഭക്ഷണം കൊടുക്കാൻ, ഭക്ഷണം കഴിക്കുവാൻ. കൊയ്ത്ത് നടക്കുകയാണ്, ഇഷ്ടം പോലെ വൈക്കോലുണ്ട്, തീരുണ്ട്. കഴുത കെട്ടിടാൻ പാടില്ല, കഴിക്കണം. ഇവിടെയോ? ഇവിടെ കെട്ടഴിച്ചത് വെള്ളം കുടിപ്പിക്കാൻ. ഏത് വെള്ളം? ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഏത് വെള്ളം? പരിശുദ്ധാത്മാവാകുന്ന വെള്ളം. അത് കുടിക്കാനാണ് നമ്മുടെ കെട്ടഴിച്ചത്. ചൂടാലാബാലാബ ശന്തലാലാബ സ്തോത്രം. ദൈവവചനമെന്ന ഭക്ഷണം കഴിക്കുവാൻ, പരിശുദ്ധാത്മാവാകുന്ന വെള്ളം കുടിക്കുവാൻ, അതിനാണ് ദൈവം നമ്മളെ കെട്ടഴിച്ചത്. ഇനി മൂന്നാം, ദൈവം എന്തിനാ നമ്മുടെ കെട്ടഴിച്ചു? യേശുവിന് വാഹനമേതുവാൻ. മത്തായി സുവിശേഷം, യേശുവിന്റെ കഴുതപ്പുറത്തെ യാത്ര 4 സുവിശേഷങ്ങളിലുമുണ്ട്. അത്രയ്ക്ക് പ്രാധാന്യത അതിനുണ്ടായി ഉള്ളത് കൊണ്ടാണ് 4 സുവിശേഷകന്മാരും ആ കാര്യം പറഞ്ഞത്. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിലുണ്ട്, മർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിലുണ്ട്, ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിലുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലുമുണ്ട്. നമുക്കൊരു വേദഭാഗം മാത്രം വായിച്ചാൽ മതി. മത്തായി സുവിശേഷം 21-ാം അധ്യായം 1 തൊട്ട് ചില വാക്യങ്ങൾ.
അനന്തരം അവർ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവുമലയ്ക്കരികെ ബേത്ഫേഗയിലെത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. കണ്ടോ, കെട്ടിയിരിക്കുക, അതിന്റെ കെട്ടഴിക്കണം. പെൺകഴുതിയുണ്ട്, അതിന്റെ കുട്ടിയുണ്ട്. അതിനെ രണ്ടിനെയും അഴിക്കണം. നിങ്ങളോട് ആരാനും ഇതിന്റെ കെട്ടഴിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ യജമാനന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയണം. ആ 4 സുവിശേഷം വായിച്ചാൽ ഒരു വ്യക്തിയും എന്തിന് കെട്ടഴിക്കുന്നു, കഴുതയുടെ കെട്ടഴിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നില്ല. ആ 4 വേദഭാഗം ചോദിക്കും. ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും സുവിശേഷകൻ അത് എടുത്തെഴുതിയാൽ, ആര് ചോദിച്ചില്ലെന്ന് വ്യക്തം. അപ്പോൾ യേശു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ശിഷ്യന്മാരുടെ ധൈര്യത്തിന്. യേശുവിന് അറിയാം, എനിക്ക് ആവശ്യമുള്ള കഴുതയെ കെട്ടഴിച്ചാൽ ഈ ലോകത്തിൽ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. അത് യേശുവിനെ അറിയാം. പിന്നെ ശിഷ്യന്മാരുടെ ധൈര്യത്തിനാണ് ഇത് പറഞ്ഞു വിട്ടത്. ഇത് കെട്ടപ്പെട്ട കഴുതയാണ് എന്ന് പറഞ്ഞാൽ ഈ കഴുതയ്ക്കും കുഞ്ഞിനും യജമാനനുണ്ട്. വഴിയിൽ അലഞ്ഞു നടക്കുന്ന കഴുതയല്ല, കെട്ടിയിട്ടിരിക്കുക പെൺകഴുതിയ, അതിന് കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞാൽ യജമാന സൂക്ഷ്മതയോടെ വളർത്തുന്ന കഴുതയാണ്, ഉടമസ്ഥനുണ്ട്. ആ കഴുതയുടെ കെട്ടാണ് അഴിച്ചത്. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു ആദ്യം പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി അല്പദൂരം യാത്ര ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് ഇറങ്ങി ആ കുട്ടിയുടെ മുകളിൽ വാഹനമേറി തുടർന്ന് യെരൂശലേമിലേക്ക് പോയി. എന്താണ് ഇതിന്റെ ആത്മീയാർത്ഥം? യേശു കർത്താവ് ആദ്യം ഭൂമിയിൽ വന്ന് വാഹനമേറിയത് യഹൂദൻ എന്ന പെൺകഴുതയുടെ പുറത്താണ്. യേശു പറഞ്ഞു, ഞാൻ സ്വന്തത്തിലേക്ക് വന്നു. ഞാൻ വന്നത് എന്റെ സ്വന്തം ജനത്തിന്റെ ഇടയിലാണ്. കനാന്യ സ്ത്രീ വന്ന് കുഞ്ഞിനെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞപ്പോൾ മക്കളുടെ അപ്പം നായ്ക്കുട്ടിക്ക് കൊടുക്കത്തില്ലെന്നാ യേശു പറഞ്ഞത്. മക്കൾ എന്റെ ജനമായ യഹൂദൻ. അപ്പം രോഗശാന്തി, ഞാൻ കൊണ്ടുവന്ന രോഗശാന്തിയായ അപ്പം എന്റെ മക്കളായ യഹൂദന് കൊടുക്കാനാണ്. യേശു വാഹനമേറിയത് യഹൂദന്റെ മേലാണ്. പക്ഷെ അവർ യേശുവിനെ തള്ളിയപ്പോൾ യേശു അവനിൽ നിന്ന് ഇറങ്ങി ജാതികളായ നമ്മുടെ മേൽ, കഴുത കുട്ടികളാകുന്ന നമ്മുടെ മേൽ, നമ്മൾ കഴുതിയല്ല, വളർച്ച പ്രാപിച്ച കഴുതിയല്ല, നാം കഴുത കുട്ടികളാണ്. നമ്മുടെ മേൽ വാഹനമേതുവാൻ കർത്താവിന് തിരുവുള്ളമുണ്ടായി. സ്തോത്രം. അപ്പോൾ എന്തിന് കഴുതയുടെ കെട്ടഴിച്ചു? നമ്മളിൽ വാഹനമേതുവാൻ. ഇത് സക്രിയാ പ്രവചനത്തിലെ പ്രവചനമാണ്, നമുക്കറിയാം. സക്രിയാ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യമാണ്. ഈ 4 സുവിശേഷന്മാർ ചിലയിടത്ത് ഒരു കഴുതയുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ മത്തായി അത് വ്യക്തമായി പറഞ്ഞു, പെൺകഴുതയുമുണ്ട്, കുട്ടിയുമുണ്ട്. സക്രിയാ പ്രവചനത്തിലും അത് വ്യക്തമായി പറയുന്നുണ്ട്. സക്രിയാ പ്രവചനം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം. സിയോൻ പുത്രിയെ, സിയോൻ പുത്രിയെ, ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക. യെരൂശലേം പുത്രിയെ, ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. ഇവിടെ പ്രവചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പെൺകഴുതയുമുണ്ട്, കുട്ടിയുമുണ്ട്. അത് അതുപോലെ തന്നെ വിശുദ്ധ മത്തായി രേഖപ്പെടുത്തി. പെൺകഴുതയെ കെട്ടഴിച്ചു, ആ കുട്ടിയുടെ കെട്ടഴിച്ചു. അപ്പൊ മറ്റു സുവിശേഷകത്തിൽ ഒരു കഴുതയുടെ കാര്യം പരാമർശിക്കുമ്പോൾ ഒരു കഴുതയെ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. എന്തിനെ കെട്ടഴിച്ചു? യേശുവിന് വാഹനമേറുവാൻ. യേശു വന്നത് യഹൂദന്റെ കെട്ടഴിക്കാനായിരുന്നു. പക്ഷെ വിധേയപ്പെട്ടു കൊടുത്തില്ല, വാഹനമേറുവാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഇന്ന് നമ്മളിൽ, യോഗ്യതയില്ലാത്ത നമ്മളിൽ
പരിചയമില്ലാത്ത നമ്മളെ, കഴുതക്കുട്ടികളായ നമ്മളെ മേൽ അവൻ വാഹനമേറുന്നു. കെട്ടഴിച്ചത് നമ്മുടെ വാഹനമൃഗമാക്കുവാൻ. ഇനി 4, എന്തുകൊണ്ട് കഴുതയുടെ കെട്ടഴിക്കണം? ഈ കഴുതയുടെ കെട്ടഴിച്ചങ്ങ് വിടാനല്ല. 1, യേശുവിന് വാഹനമേറാൻ. 2, മുന്തിരി വള്ളിയോട് ചേർത്ത് കെട്ടാൻ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 11-ാം വാക്യം. അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതിയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു. അവൻ വീഞ്ഞിൽ തന്റെ ഉടുപ്പും ദ്രാക്ഷരസത്തിൽ തന്റെ വസ്ത്രവും അലക്കുന്നു. മതി. ആദ്യം കഴുതയെ മുന്തിരി വള്ളിയുടെ കമ്പിക്കൊണ്ട് കെട്ടത്തില്ല. മുന്തിരി വള്ളിയിൽ കൊണ്ടുപോയി ഒരു വ്യക്തിയും കഴുതയെ കെട്ടത്തില്ല. പക്ഷെ ഈ കെട്ടഴിയപ്പെട്ട ഈ കഴുതയുണ്ടല്ലോ, കൊണ്ട് കെട്ടിയത് മുന്തിരി വള്ളിയിലാണ്. അതിന് 2 വ്യാഖ്യാനങ്ങൾ നമുക്ക് കൊടുക്കാം. ഈ കഴുതി അഥവാ ഈ മുന്തിരി വള്ളിയെ വലിച്ചു പതിച്ച വള്ളിയെ ഒടിച്ചു കളഞ്ഞാലും യജമാനന് വിഷമിക്കാനൊന്നുമില്ല. ഇഷ്ടം പോലെ മുന്തിരി വള്ളിയുണ്ട്. മുന്തിരി ഇഷ്ടം പോലെയുണ്ട്. സമൃദ്ധിയെ കാണിക്കുക. അതുകൊണ്ടാണ് ഈ കഴുതയെ മുന്തിരി വള്ളി കൊണ്ട് കെട്ടിയത്. ഇനി 2ാമത്തെ വ്യാഖ്യാനം, മുന്തിരി വള്ളിയിൽ കഴുതയെ കെട്ടിയാലും യജമാനറിയാം, ഞാൻ അഴിച്ച കഴുതയാണെങ്കിൽ ഈ കഴുത മുന്തിരി വള്ളിക്ക് ഒരു ദോഷവും ചെയ്യത്തില്ല. ഏതാണ് ഈ മുന്തിരി വള്ളി? ദൈവസഭയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ്. ആ മുന്തിരി വള്ളിയുടെ കൊമ്പിൽ കൊണ്ട് കെട്ടുക എന്ന് വച്ചാൽ സഭയുമായി ചേർത്ത് കെട്ടി. അപ്പോൾ എന്തിന് നമ്മുടെ കെട്ടഴിച്ചു? സഭയുമായി ചേർത്ത് കെട്ടാൻ വേണ്ടി. കെട്ടഴിഞ്ഞ് ഇഷ്ടം പോലെ പോകാനല്ല. അല്ലെങ്കിൽ തനിച്ചിരുന്ന് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കത്തില്ലയോ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാനല്ല, മുന്തിരി വള്ളിയോട് ചേർത്ത് കെട്ടാനാണ് നമ്മുടെ കെട്ടുകളെ അഴിച്ചതെങ്കിൽ നമ്മളെ ഏത് മുന്തിരി വള്ളിയോട് ചേർത്ത് കെട്ടിയോ, മുന്തിരി വള്ളിക്ക് കേടുവരുത്തരുത്, ദൈവസഭയ്ക്ക് കേടുവരുത്തരുത്. ഇവിടെ വന്ന് സാക്ഷ്യം പറയാം. പക്ഷെ ലോകത്തിൽ ഇറങ്ങുമ്പോൾ ലോകം നമ്മളെ കാണുന്നു. അവനും ബന്ധിക്കോസുകാരൻ എന്ന് പറഞ്ഞ് കളിയാക്കുവാനുള്ള അവസരം ഒരിക്കലും സൃഷ്ടിക്കരുത്. അപ്പൊ ഒരിക്കലും ദൈവസഭയ്ക്ക്, ദൈവനാമത്തിന് ദൂഷി വരുന്ന യാതൊന്നും ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. രാവിലെ ഞാൻ ഇംഗ്ലീഷ് സർവീസിലാണ്. അവിടെ ഞാൻ പ്രസംഗിച്ചത് ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ കനാൻ യാത്രയുടെ 7 പ്രത്യേകതകളാണ് അവിടെ പ്രസംഗിച്ചത്. അതിലൊരു പ്രത്യേകത, ആരോടും കടപ്പെട്ടിരിക്കാൻ പാടില്ലാത്ത യാത്രയാണ് കനാൻ യാത്ര. 7 കാര്യങ്ങൾ നമുക്ക് എണ്ണിയെടുക്കാം. ആ ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ തന്നെ. ആരോടും കടപ്പെട്ടിരിക്കാൻ പാടില്ല, ആരെയും ഞെരുക്കാനും പാടില്ല. ഞാനത് ദൃഷ്ടാന്തം പറഞ്ഞു. കഴിഞ്ഞ വർഷം ആദ്യം ഈ വെമ്പായം സഭയിലെ ഡിസ്ട്രിക്ട് കൺവെൻഷൻ ഇത് ശനിയാഴ്ച പകൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചത്. അപ്പം നിങ്ങൾക്കത് എനിക്ക് വാഹനമൊന്നുമില്ല. കാരണം 6 മാസം 4-5 മാസമേ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ ഇത് വാഹനം വാങ്ങിച്ച് കാർ ഷെഡിലിട്ടാൽ അത് നഷ്ടമാകണം. അതുകൊണ്ട് ഉള്ള വാഹനമൊക്കെ വിറ്റേച്ച് ഞാനിങ്ങനെ ബസ്സിലും ഓട്ടോയിലൊക്കെ നടക്കുക.
അപ്പം ഞാൻ ബസ്സിലാണ് പോയത്. 4-ാം തീയതി നിന്ന് വെമ്പായം സഭ ഇരിക്കുന്ന സ്ഥലം അറിയാം, ആ പോയിന്റിന്റെ പേര് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഈ ബസ്സേ കയറി വെച്ച് കണ്ടക്ടറോട് പറഞ്ഞു വെമ്പായം കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. അത്രയാണ് ഞാൻ പറഞ്ഞത്. അപ്പം വെമ്പായം കഴിഞ്ഞുള്ള ടിക്കറ്റ് ആ മനുഷ്യൻ എനിക്ക് തന്നു. പക്ഷെ ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ കൊപ്പം എന്ന് പറഞ്ഞ പോയിന്റാണ്. അതിൻ്റെ അടുത്ത സ്റ്റോപ്പിലാണ് നമ്മുടെ സഭ. ഇതെനിക്കറിയത്തില്ല, ഈ പോയിന്റ് എനിക്കറിയത്തില്ല, ഫെയർ പോയിന്റ്. അപ്പൊ ആ സ്ഥലം തെറ്റിയപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി. സ്റ്റെപ്പേന്ന് ഇറങ്ങാൻ നേരം മാന്യനായ കണ്ടക്ടർ അദ്ദേഹം പതുക്കെ ചെവിയിൽ എന്നോട് പറഞ്ഞു. ഇപ്പം എന്നെ കണ്ടപ്പോൾ പാസ്റ്ററാന്ന് മനസ്സിലായി, ബൈബിളും ബാഗും ഒക്കെ കയ്യിലുണ്ട്. ഇത് അങ്ങേ സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ളതായിരുന്നു, അത്രേ പറഞ്ഞു. അപ്പം ഞാൻ താഴെ ഇറങ്ങുകയും കഴിഞ്ഞു. അപ്പം എന്തോ അബദ്ധം പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വെമ്പായത്ത് സഭയിൽ ചെന്ന് ആദ്യം അവിടെ ഉള്ളതോട് ചോദിച്ചു, ഈ വെമ്പായം കഴിഞ്ഞാൽ അടുത്ത ഫെയർ പോയിന്റ് ഏതാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അത് അങ്ങേ കൊപ്പമാ പോയിന്റ്. അപ്പൊ ഇവിടെ അടുത്ത പോയിന്റ്. അപ്പൊ അവിടെ ഞാൻ ഇവിടെ ട്രാൻസ്പോർട്ടുകാരെ ഞാൻ കളിപ്പിച്ചു. അബദ്ധമാണ്. അപ്പൊ ഞാൻ തിരിച്ച് യോഗം കഴിഞ്ഞു ഉച്ചയ്ക്ക് ബസ്സേ കയറിയപ്പോൾ ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു ഒരു 4-ാം തീയതി ടിക്കറ്റും ഒരു മിനിമം ടിക്കറ്റും വേണം. അപ്പം മിനിമം ടിക്കറ്റ് ഞാൻ തന്നെ ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന് സംശയം ഉണ്ടാകാതിരിക്കാൻ ഞാൻ പറഞ്ഞു, രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഈ സ്റ്റോപ്പിൻ്റെ പേര് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് വെമ്പായം കഴിഞ്ഞുള്ള ടിക്കറ്റ് തരാൻ പറഞ്ഞു. അത് വാങ്ങിച്ചേച്ച് ഞാൻ ഇവിടെ ഇറങ്ങി, അപ്പുറത്ത് ഇറങ്ങേണ്ടതായിരുന്നു. ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, അതിനാണ് മിനിമം ടിക്കറ്റ്. ഉടനെ അദ്ദേഹം എന്നോട് പറയുക അത് വേണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണം. അപ്പം എനിക്ക് ടിക്കറ്റ് തന്നില്ല. വേറെ കുറച്ച് പേര് നമ്മുടെ യോഗം കഴിഞ്ഞ് ബസ്സിലുണ്ട്, അവർക്കെല്ലാം ടിക്കറ്റ് കൊടുത്തേച്ച് പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു വേണോ. ഞാൻ പറഞ്ഞു വേണം. ഒരു 15 രൂപ ടിക്കറ്റും കൂടെ തന്നു. മനസാക്ഷിയുടെ ആക്ഷേപം മാറി. ഇപ്പം ഈ ആത്മീയം എന്ന് പറഞ്ഞാൽ വേണ്ട ഞാൻ എഴുന്നേറ്റ് നിന്ന് കഴുതയുടെ കെട്ടഴിച്ചു പോയി, ഇത് പറഞ്ഞത് ഉണത് ഉണ്ടാക്കി വെച്ച് പോകുന്നത് തന്നെയല്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ കാണുന്ന കണ്ണുകളുണ്ട് സാക്ഷ്യത്തോടെ ജീവിക്കണം. ഇവിടം വിട്ട് പോകുമ്പോൾ ഒരു ബാധ്യതയും കയ്യിലില്ലാതെ ആരോട് കടപ്പെട്ടിരിക്കാതെ ഇവിടം വിട്ട് പോകാൻ കഴിയണം. മുന്തിരി വള്ളിക്ക് കേടുവരുത്തുന്ന ഒന്നും ചെയ്യരുത്. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് പൽക്കാലം ചില കെട്ടുകൾ വീണ് കിടക്കുന്ന കഴുതകളുടെ കെട്ടഴിച്ച് സ്വാതന്ത്ര്യം വരുത്തുന്ന പകൽക്കാലമാണ്. ഏത് വിധത്തിൽ വീണുപോയാലും നിന്നെ സഹായിക്കുന്ന ഒരുവനുണ്ട്. നിന്നെ സഹായിക്കുന്നവൻ, നിന്നെ കെട്ടഴിക്കുന്നവൻ, സഹായിക്കേണ്ടവൻ സഹായിക്കാതിരിക്കുമ്പോൾ ബിലിയാമിന്റെ കഴുതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം അല്പസമയം ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. എന്തിനാണ് കെട്ടഴിച്ചത്? എന്തിനാണ് കെട്ടഴിച്ചത്? അത് മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് നയിക്കാം. ഇന്ന് തൽക്കാലം വീണ് കിടക്കുന്ന ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു.